ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരിപ്പോൾ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രുതിയുടെയും ചടങ്ങ് വളരെ മനോഹരമായി അവസാനിച്ചിരിക്കുകയാണ്. വർഷ വളരെയധികം സന്തോഷവതിയാണെങ്കിൽ ശ്രുതി അത്ര വലിയ സന്തോഷത്തിലല്ല അല്ലേ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ചടങ്ങിന് തന്റെ അച്ഛൻ പങ്കെടുക്കണമെന്ന് ചന്ദ്രയ്ക്ക് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കുമെന്ന് നമ്മുടെ ചന്ദ്രയ്ക്കായിട്ട് ശ്രുതി വാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് പിന്നിലായിട്ട് ശ്രുതി ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടിയിരുന്നിട്ട് അത് മറ്റൊന്നുമല്ല, നമ്മുടെ സച്ചിൻ നല്ല രീതിയിൽ തന്നെ മദ്യപിച്ച് ശ്രുതി ഒരുപാട് തവണ കണ്ടിട്ടുണ്ടല്ലേ. ശ്രുതി വിചാരിച്ചിരുന്ന മദ്യമെന്ന് കേട്ടുകഴിഞ്ഞാൽ സച്ചി എവിടെയും മറിഞ്ഞു വീഴുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ദാമു എന്നൊരു മുഴുക്കുടിയനെ ചടങ്ങിലേക്കായിട്ട് വിളിച്ചു വരുത്തുകയും അദ്ദേഹം മുഖേന നമ്മുടെ സച്ചിക്ക് മദ്യം നൽകി സച്ചിയെ ലക്ക് കടിച്ച് തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാക്കുക. ഇപ്രകാരം ചടങ്ങ് കൂടാൻ വേണ്ടി വന്ന തന്റെ അച്ഛൻ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാതെ തന്നെ തിരിച്ചു പോയി എന്നൊക്കെ ഒരു നുണക്കഥ ഉണ്ടാക്കാം എന്നൊക്കെയായിരുന്നു നമ്മുടെ ശ്രുതിയുടെ പ്ലാനിങ്. എന്നാൽ അതെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ദാമു സച്ചിയെ മദ്യപിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിലും ഒരു തുള്ളി മദ്യം പോലെ സച്ചി കുടിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇതേ സമയം തന്നെ നമ്മുടെ മഹിമയുടെയും മധുസൂദന്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയായിരുന്നു. സച്ചിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാക്കുക എന്ന് തന്നെയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പല കളികളും കളിക്കുന്നുണ്ട്. പലരെ രംഗത്തിറക്കി നമ്മുടെ സച്ചി ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ പരമാവധി സച്ചി ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വർഷ റൂമിലേക്ക് വന്ന് തന്റെ കഴുത്തിലുള്ള പൂമാല ഉരുവെക്കുന്ന സമയത്ത് അതിനകത്തൊരു നെക്ലേസ് തുറക്കുന്നുണ്ട്. അത് നമ്മുടെ വർഷ കാണുന്നില്ല കേട്ടോ. അതിനുശേഷം റൂമിലേക്ക് വരുന്ന രേവതി ഈ ഒരു കാഴ്ച കാണുകയും ഇതുകൊണ്ടേ വർഷക്കായിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് മധുസൂദനും മഹിമയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആ ഒരു സമയത്ത് മധുസൂദനും മഹിമയും മനഃപൂർവ്വം രേവതി മോഷ്ടിക്കുകയായിരുന്നു, രേവതി കള്ളിയാണ് എന്നൊക്കെ രീതിക്ക് ഒരുപാട് വഴക്കുകൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും പല രീതിക്ക് രേവതിയെ വഴക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി കള്ളിയാണെന്ന് വിശ്വസിക്കാൻ ചന്ദ്ര തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് അവസാനം രേവതി കരഞ്ഞുകൊണ്ട് തന്നെ സച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. സച്ചിയും രവിയും കൂടി വിശദമായിട്ട് വിവരങ്ങൾ ചോദിച്ചറിയുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് രവിയും അതുപോലെ സച്ചിയെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രേവതി മനഃപൂർവ്വം മോഷ്ടിക്കുമായിരുന്നെന്ന് മാത്രമല്ല, മോഷ്ടിച്ച പണം സച്ചിക്ക് കൊണ്ട് കൊടുക്കാറുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്ര മധുസൂദനെ തല്ലാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി പിടിച്ചു മാറ്റാണ്. ഇതേ സമയം തന്നെ രേവതിയെ വീണ്ടും കള്ളിയാക്കുന്ന രീതിക്ക് മധുസൂദനെ അതിനെ വിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും അത്രയും നേരം പിടിച്ചു നിന്ന ക്ഷമയെല്ലാം നമ്മുടെ സച്ചിയുടെ കൈവിട്ട് പോവാണ്ട് സച്ചി മധുസൂദനെ രണ്ടു തന്നെ പൊട്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവം സച്ചി മധുസൂദനെ തല്ലുമെന്നുള്ള കാര്യം നമ്മുടെ മഹിമയോ മധുസൂദനോ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഇവർക്ക് അറിയാമായിരുന്നു സച്ചി ഇത് വളരെയധികം പ്രശ്നമാക്കുമെന്ന്. പക്ഷെ വർഷ അവരുടെ വീട്ടിലെ മരുമകളായതുകൊണ്ട് തന്നെ തന്നെ ഒന്നും ചെയ്യില്ല എന്നൊരു വിചാരമായിരുന്നു മധുസൂദനും മഹിമയ്ക്കും ഉള്ളത്. എന്നാൽ അതെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അവസാനം നമ്മുടെ സച്ചിയിൽ നിന്ന് നല്ല തന്നെ മധുസൂദനം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. പിടിച്ചു മാറ്റാൻ ചെല്ലുന്ന മഹിമയ്ക്കായിട്ട് ഒരു തള്ളും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കാത്തിരിക്കുന്നതാണ്. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രമോയിലും കണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.